പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ കാണിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു 1 kV സോളാർ എന്ന് പറഞ്ഞാൽ 540 വാട്ട്സിൻ്റെ 2 പാനൽ. സാധാരണ യൂട്യൂബിലേക്ക് 540 2 പാനൽ വെച്ച് 3 kV എന്നൊക്കെ പറയാം കേട്ടോ. 3 kV എന്നാണ് അവരോട് നിങ്ങൾ പറയുന്നത്. ശരിക്കും അത് 1 kV മാത്രമേ ഉള്ളൂ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 1 kV ആണ്. അതാണ് നമുക്കുണ്ട്. പ്രൊഡക്ഷൻ എത്ര ഉണ്ടാക്കുന്നല്ല, നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് 5-6 kV ഉണ്ടാക്കിയൊരു കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അതിന് തന്നെ 1,50,000 റുപ്യ 1,30, 1,40 വാങ്ങിക്കുന്ന ആളുകളാണ് ഇപ്പം നമ്മളൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. നമുക്കതിന് കറക്റ്റ് എത്ര റേറ്റ് വരും എന്ന് ഞാനിപ്പോൾ സ്വന്തമായിട്ട് ബ്രാൻഡഡ് സാധനം വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു MPPT വാങ്ങിയാണ്. ആശാ പവറിൻ്റെ MPPT ആണ്. നമുക്കറിയാം ആശാ പവറിൻ്റെ MPPT ആണ് ഇപ്പം ഇന്ത്യയിൽ ബെസ്റ്റ് സെല്ലർ എന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യുന്നല്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സെർച്ചിങ്ങിൽ മനസ്സിലായ സംഗതി ആശാ പവറാണ്. പിന്നെ മാത്രമല്ല, ഞാനിപ്പം നമ്മളെ തൊട്ടടുത്താണ് ഇത്. ഇതിൻ്റെ ഫാക്ടറി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്ക് അത്ഭുതപ്പെട്ടത്. തൊട്ടടുത്ത് പറഞ്ഞാൽ നമ്മളെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കീശ്ശേരി റോഡിലാണ്. ഞാനവിടെ പോയിട്ടില്ല. ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നതാണ് എനിക്കിപ്പോൾ പുതിയതായിട്ട് കിട്ടിയ വിവരമാണ്. ഇതിൻ്റെ സോളാർ MPPT എന്ന് പറഞ്ഞാൽ സാധാരണ ചാർജ് കൺട്രോളാണ് കേട്ടോ. സോളാറിൽ നിന്ന് വരുന്ന ചാർജ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ്. ഇൻവെർട്ടർ നമുക്ക് വീട്ടിലാണ് ഉപയോഗിക്കാവുന്നതാണ്. അത് സ്വിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വീട്ടിലുള്ള 1000 വാട്ട്സിൻ്റെ കൂടുതലൊക്കെ ആണെങ്കിൽ മിനിമം ചെറിയ വീട്ടിലൊക്കെ 1000 വാട്ട്സ് മതി. അതിന് 2000 VA ആണ് വെക്കുന്നത്. അതായത് 2000 VA എന്ന് പറഞ്ഞാൽ അതിൻ്റെ 30% കുറച്ചാൽ 2030% കുറച്ചാൽ 1400 വാട്ട്സ്, അതായത് 1.5 kV എന്ന് പറയാം. അതിപ്പോൾ അവരൊക്കെ പറയുമ്പോൾ ശരിക്ക് 2 kV 3 kV എന്നൊക്കെ പറയും. 2 kV 3 kV എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് പോകുന്ന പാനൽ ആകെ 500 1 kV എന്ന് പറഞ്ഞിട്ട് വെക്കുന്നതിന് 500 വാട്ട്സിൻ്റെ പാനലാണ്. നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായാലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പ്രൊഡക്ഷൻ ഇല്ലാതെ വെറും 1000 kVൻ്റെ 500 വാട്ട്സിൻ്റെ പാനൽ വെച്ചിട്ട് 1 kV എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിതെങ്ങനെ അതിൻ്റെ ഒരു കാര്യം കിട്ടുക? ലൈവായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലൈവായിട്ട് നമുക്ക് പകൽ സമയങ്ങളിൽ ഉപയോഗിക്കുന്ന നല്ല വാട്ട്സുള്ള പാനൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ. അതിനെക്കുറിച്ച് വല്ലാതെ പഠിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. എന്നാലും അത്യാവശ്യമൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയില്ല. അപ്പോൾ ഇതിന് എനിക്ക് ആമസോണിൽ വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 10,300 എനിക്കിപ്പോൾ വന്ന റേറ്റ് കേട്ടോ. എൻ്റെ MRP ഓരോ ഇതിലും ഓരോ റേറ്റാണ് കൊടുക്കുന്നത്. അത് 12,900 MRP. ആശാ പവറാണ്. ഇത് 60 ആംപിയറിനാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ 50 ആംപിയറുണ്ട്, 40 ഉണ്ടൊക്കെ വില കുറവാണ്. ഇത് 60 ആംപിയറിനാണ് വാങ്ങിയിട്ടുള്ളത്. ഭാവിയിൽ ഒരു പാനലും കൂടെ ഒക്കെ കൂട്ടി 1,600 വരെയൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണിത്. അതുകൊണ്ട് നമുക്കൊരു പാനലൂടെ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. വേറെ ഒന്നും ചെയ്യണ്ട. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് PPT വരുന്നത്. ഇത് 2 വർഷം വാറണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ വാറണ്ടിയുടെ കാര്യം എനിക്ക് പേടിക്കാനൊന്നുമില്ല. തൊട്ടടുത്ത് തന്നെയാണ്, നേരിട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതിയല്ലോ. ആ ഒരു ധൈര്യമുണ്ട്. ഇത് നമ്മളെ ഹുക്ക് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാ ഇതിന് വേർഷനൊക്കെ ഉണ്ട്. ഇത് എത്ര വേർഷൻ എന്നുള്ളതിൽ കാണിച്ചിട്ടില്ല. അതായത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് 60 ആംപിയറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 40-50 ആംപിയർ വാങ്ങിക്കാതൊക്കെ അത്യാവശ്യം നമുക്ക് വീട്ടിൽ ലോഡ് വരുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 60 ആംപിയറിന് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത്ര കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. ബാറ്ററി ചാർജിങ്ങിനായാലും നമുക്ക് ലൈവായിട്ട് യൂസ് ചെയ്യാനാണ് മെയിനായിട്ട് കേട്ടോ. ബാറ്ററി ചാർജ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലൈവിലേക്ക് പോകണമല്ലോ. എന്നാൽ അത്രയും ആംപിയർ പവറുള്ള MPPT ഉപയോഗിച്ചാൽ നമുക്ക് നടക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ പാനൽ വെച്ചിട്ട് പാനൽ വെക്കുന്നതും പാനൽ വരുന്ന എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്താൽ ചെയ്യുന്നതാണ്. എത്ര രൂപയ്ക്ക് നമുക്ക് വെക്കാൻ പറ്റും എന്നുള്ളത്.
വളരെ കുറഞ്ഞ ചിലവില്ല. ഇവരൊക്കെ പറയുന്നതിൻ്റെയൊക്കെ വളരെ കുറഞ്ഞ ചിലവ് നമുക്ക് ഈ സാധനം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് പഴയതാണെങ്കിൽ ഇവിടെ വാങ്ങിക്കുന്ന വേർഷൻ ഏതാണ്, ഇവർ ഓരോ വേർഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പോരായ്മകൾ നികത്തിയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുവാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ വാങ്ങിക്കുമ്പോൾ പഴയ വേർഷനൊക്കെ വാങ്ങാൻ നോക്കണം. ഇപ്പോൾ 7.9 ഇതിൻ്റെ വേർഷൻ വരുന്നത് കേട്ടോ. 60 സൂര്യ എന്നുള്ളതാണ് മോഡൽ, സൂര്യ എന്നാണ്. 60 7.9 സൂര്യ 6 എന്നാണ് പറയുക കേട്ടോ. അത് 7.9 ആണ് വേർഷൻ, ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള വേർഷനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോന്ന് ഇവർ പോരായ്മകൾ വളരെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ടീമാണെന്ന് തോന്നുന്നു കേട്ടോ. അതിന് ഓരോ വേർഷൻസ് ആയിട്ടാണ് ഇറക്കുന്നത്, ഒരേ പ്രൊഡക്റ്റ് ഒരേ രീതിയിലല്ല. അപ്പോൾ ഓരോ ഇതിലും ഓരോ വേർഷൻസ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക വാങ്ങിക്കുന്ന സമയത്ത്. 7.9 ആണ് ഇപ്പോൾ ഏറ്റവും 2024 മാർച്ച് 31 ഇന്നേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നോക്കുക അല്ലേ, മോഡൽ സൂര്യ 60 എന്നാണ് HP. പിന്നെ മാക്സിമം ചാർജിങ് കപ്പാസിറ്റി ആണത് പറഞ്ഞിട്ട് 12, 24 രണ്ട് സിംഗിളായിട്ടുള്ള ഒരു ബാറ്ററിക്ക് ഇത് ഉപയോഗിക്കുക. 24 വോൾട്ട് ബാറ്ററി, അതായത് 2 ബാറ്ററി സീരിയസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് 24 ആക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത്യാവശ്യം നമ്മൾ വീട്ടിൽ പവറൊക്കെ യൂസ് ചെയ്യാൻ 24 ആയിരിക്കും നന്നാവുക. 24 വോൾട്ട് ഉപയോഗിക്കാവുന്നതാണ്, 24 ആയിരിക്കും നന്നാവുക. 12 വോൾട്ട് ആണെങ്കിൽ 1000 വാട്ട്സ് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് എൻ്റെ പാനൽ തന്നെ സാധാരണ 1100 വാട്ട്സ് വരും. അതായത് 552 പാനലാണ് വെക്കുന്നത്. അപ്പോൾ എനിക്ക് 12 വോൾട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 24 വോൾട്ടാണ്. 24 വോൾട്ട് 1800 550ൻ്റെ 3 പാനലൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. 1.5 kV, മറ്റുള്ളവരൊക്കെ പറയുന്നത് 3 kV എന്നാണ്. 1.5 kV പ്രൊഡക്ഷനുള്ള 1800 വാട്ട്സിൻ്റെ ഉപയോഗിക്കാവും. അല്ല ഈ ഓൺലൈനിലൊക്കെ തട്ടിപ്പിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കട്ടെ. അവർ വാട്ട്സ് പാനലിൻ്റെ എണ്ണം കുറച്ചിട്ട് ബാക്കിയുള്ള ഇൻവെർട്ടറിൻ്റെ KV പറഞ്ഞിട്ടൊക്കെ നമുക്ക് സാധനം വെച്ച് തരുന്നുണ്ട്. അത് നല്ലോണം ശ്രദ്ധിക്കണം. ഇത് അതായത് അവർ പറയുന്ന ഒരുപാട് റേറ്റ് കുറവായി നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാവുന്ന, വളരെ ഒരാളെ അത്യാവശ്യം വേറുള്ള ആൾക്കാരെ വയറിങ് അറിയാവുന്ന ഒരാളെ വിളിച്ചിട്ട് ചെയ്യാവുന്ന കേസുള്ളത്. അത് വഞ്ചിക്കപ്പെടാതിരിക്കുക. ഇപ്പം വലിയ റേറ്റൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കണം. അല്ലാതെ സാധാരണ മിനിമം ഒരു മാന്യമായ റേറ്റിൽ ചെറിയ ലാഭമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ വലിയ ലാഭം ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ കൂടുതലായിട്ടും വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഏതായാലും 2 year വാറണ്ടി പറയുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ 1 by 1 ആയിട്ട് ഞാൻ ചെയ്തുതരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.